വളക്കാപ്പ് അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ഫംഗ്ഷൻ ആയിട്ട് മാറി. എന്താ നമുക്ക് പറയാല്ലേ? നിന്റെ ഒരു ആഗ്രഹമായിരുന്നില്ലേ ദുബായിൽ നിന്ന് തന്നെ നീ അതിനെ കുറിച്ച് സംസാരിക്കുക, അതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം നീ മുന്നേ തന്നെ തീരുമാനിച്ച് ചെയ്തതല്ലേ. അപ്പൊ പിന്നെ നമ്മളുടെ ആദ്യത്തെ ഒരു ഇതല്ലേ, അപ്പൊ നമ്മള് അത് എല്ലാരും കൂടിയിട്ട് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ദുബായിലുള്ള സമയത്ത് തന്നെ നമ്മുടെ ഡെക്കറേഷനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാനിങ്ങനെ എപ്പോൾ നാട്ടിലേക്ക് കോൾ ചെയ്യുമ്പോഴും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. പക്ഷെ ആ ഡേറ്റിനോട് അടുത്ത് ഡിസ്കഷൻ തുടങ്ങിയാൽ മതിയെന്ന് മമ്മയും പറഞ്ഞു. കാരണം മുൻകൂട്ടി നമ്മളൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. അവസാനം ഫൈനലി നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒക്കെയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താമെന്ന്. ഡെക്കറേഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം നടത്തിയ ടീം തന്നെയാണ് ചെയ്തത്. സെറിബ്രൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട് അവർക്ക്. നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ അവനായിട്ട് എനിക്ക് നല്ല പരിചയമാണ്. അനീഷ് എന്നാണ് പേര്. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റും ഒക്കെ ഹൽദി എല്ലാ പരിപാടിയും അവനാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പരിപാടി ഞാൻ ഓൾറെഡി അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ പരിപാടിയൊക്കെ പോകുന്നുണ്ട്. പിൻട്രസ്റ്റ് ഒക്കെ നോക്കി കുറേ ഐഡിയാസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലാവരും പറഞ്ഞു ആസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള രീതിയിലത്തെ ഡെക്കറേഷനൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പം ഭയങ്കര ഞാൻ വിചാരിച്ചതിനേക്കാളും മനസ്സിൽ കണ്ടതിനേക്കാളും കൂടുതൽ അവൻ നന്നായിട്ട് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു കാര്യം. വേറൊരു സംഭവം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ട്രീ എന്ന് പറയുന്ന ഒരു ഇപ്പം എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ, നമുക്ക് ദുബായിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ജെൻഡർ എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്കത് പറ്റില്ല. പക്ഷെ ഞാൻ ഈ ഒരു പരിപാടിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ഒരു ജെൻഡർ ട്രീയുടെ ഒരു സജഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബോയ് ആണെങ്കിൽ ബ്ലൂ കളർ ഇങ്ങനെ എന്താ പറയുക ഫിംഗർ തമ്പ് ഇംപ്രഷൻ വെച്ച് ട്രീയിൽ ഇങ്ങനെ ലീഫ് പോലെ ഇംപ്രഷൻ വെക്കുക. അതും ഈ പറയുന്ന നമ്മുടെ ഡെക്കറേഷൻ ടീമുകാർ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ചെറുതായിട്ട് സൈഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും അവർക്ക് തോന്നുന്നത് എന്താണോ ഗേൾ ഓർ ബോയ് എന്നുള്ളത് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യ നമ്മള് രാധാകൃഷ്ണൻ പറഞ്ഞ കേറ്ററിംഗ് സർവീസ് ആള് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ഫുഡാണ് അന്ന് നമ്മള് ഫംഗ്ഷനെല്ലാം തരാറുണ്ട്. വളക്കാപ്പിന്റെ ദിവസം അടുത്ത് വന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും കസിൻസ് ഒക്കെ വന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിപാടിയുടെ ഒരു ഓളൊക്കെ വന്നു തുടങ്ങിയത്. വീട്ടിൽ മൊത്തം ആൾക്കാരൊക്കെ ആയി, ഒച്ചയും ബഹളൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ആ വളക്കാപ്പിന്റെ ഒരു മൂഡിലോട്ട് പോയി. ശരിക്കും ആ കല്യാണത്തിന്റെ തലേന്നത്തെ ഒരു ഫീല് വന്നു. കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും ജോളി ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയി. പിന്നെ ഡെക്കറേഷൻകാര് രാത്രി തന്നെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിലാണ് അവർ തലേന്നേ ചെയ്തു പോയത്. പിന്നെ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. വളക്കാപ്പ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് ക്ലബ്ബിയാണ് 7th മന്തും ആയിട്ട് ക്ലബ് ചെയ്യുന്ന. ശരിക്കും അതൊരു തമിഴിയൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇതാണ്. അതെന്താന്ന് പറയുന്നത് വെച്ചാൽ കുട്ടിയും അമ്മയും അവരെ ആൾക്കാരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ, കണ്ണ് തട്ടാണ്ടിരിക്കാനും. പിന്നെ അതുപോലെ കുപ്പികളൊക്കെ ഇടുമ്പോൾ അതിന്റെ സൗണ്ട് ഈ ഒരു സമയത്ത് കുട്ടിക്ക് കേൾവിയൊക്കെ കിട്ടുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അതിന്റെ സൗണ്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഹാപ്പിനെസ്സും അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് കുപ്പികളുടെ കിൽക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. ഇത് ശരിക്കും ഒരു വലിയൊരു ഇവന്റ് ആയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ, റിലീജിയൻ പോലും ഇല്ല, എല്ലാവരും നടത്തുന്നുണ്ട്. പിന്നെ അപ്പം നമ്മൾ ഓഗസ്റ്റ് 3-ന് മോർണിംഗ് ആണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതിൻ്റെ മെയിൻ പരിപാടിയൊക്കെ ചെയ്ത് കഴിയണം. അപ്പോൾ എൻ്റെ മാമനാണ് മേക്കപ്പ് ചെയ്യുന്നത്, രാധു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ തൃശ്ശൂർ തിരുവമ്പാടിയുടെ അവിടെയാണ് മാമൻ്റെ സലൂണൊക്കെ വരുന്നത്. മാമനും രാവിലെ തന്നെ എത്തി. ഒരു 5 മണിയായപ്പോൾ ഞാനത് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായി കുളിച്ചൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ പേരെന്തായിരുന്നു? സമന്തക എന്നാണ് സലൂണിന്റെ പേര്.
അപ്പം മാമൻ രാവിലെ തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ മേക്കപ്പിലേക്ക് അങ്ങോട്ട് കയറി. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത് വിളക്ക് കത്തിച്ചിട്ടാണ്. ആദ്യം ചിപ്പി വിളക്ക് കത്തിച്ചു, പിന്നെ അക്കീന അമ്മ, പിന്നെ ഞാൻ, പിന്നെ ചേച്ചി, അമ്മൂമ്മ എല്ലാവരും കത്തിച്ച്. അതാണ് ഒരു ഐശ്വര്യമായിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണ് തുടങ്ങിയത്. 10:30 നമ്മുടെ മെയിൻ പരിപാടി കഴിയണം എന്നായിരുന്നു. യൂഷ്വലി അത് മദർ ഇൻ ലോ ആണ് ആരതി എടുക്കുക. അപ്പൊ രണ്ടമ്മമാരും കൂടി ചെയ്യാം. പിന്നെ നമ്മൾ അക്കിയുടെ അമ്മയാണ് മെയിനായിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് പരിപാടി. അപ്പം അങ്ങനെ ആ ഒരു ഇവൻ്റ് അങ്ങനെ സ്റ്റാർട്ടാക്കി നമ്മൾ. അമ്മ ആരതി ഒഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, സ്വീറ്റ്സ് തന്നു കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുപ്പിവള ഇടുന്ന ചടങ്ങുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചന്ദനം നമ്മൾ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നൊരു പരിപാടി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സിന്ദൂരം ഇട്ടിട്ടുണ്ടായിരുന്നു. സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അമ്മയാണ് വന്നത്. അങ്ങനെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഡെക്കറേഷൻ തന്നെയാണ്. കാരണം എല്ലാ വന്ന ആൾക്കാരും ഡെക്കറേഷൻ നന്നായെന്നുള്ള ഒരു അഭിപ്രായം. അതിൽ എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു. ബിക്കോസ് വാഴ ഇല കൊണ്ടാണല്ലോ ആ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തത്. പിന്നെ എല്ലാം പണ്ടത്തെ ഫർണിച്ചറും എല്ലാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. നല്ലൊരു അടിപൊളി ഗണപതി ഉണ്ടായിരുന്നു ഫ്രണ്ടില്, നല്ല ഭംഗിയുള്ള ഒരു ഗണപതി. അപ്പം ഫംഗ്ഷൻ ഇങ്ങനെ നീണ്ട് ഓരോരോ ഗ്രൂപ്പ് നമ്മൾ വിളിച്ച ഓൾമോസ്റ്റ് എല്ലാവരും വന്നിരുന്നു. എല്ലാവരും വന്നു, എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ, പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ്, അന്ന് മഴ പെയ്തില്ല. അന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര പരിപാടി കഴിഞ്ഞ ആ ദിവസം രാത്രി നല്ല മഴയായിരുന്നു. രാത്രി മഴ പെയ്തു. പക്ഷെ രാവിലെ മുതല് ഒരു വൈകുന്നേരം വരെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ സപ്പോർട്ടർമാരൊക്കെ ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർക്ക് കാണുമ്പോൾ തന്നെ തോന്നുക. അപ്പൊ അതിന്റെ താഴെ കസേരയൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര സംസാരവും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ. അതുപോലെ തന്നെ ഏതൊരു ഇവൻറ്റും നമുക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആക്കണമെങ്കിൽ അതിൽ ഫോട്ടോഗ്രാഫ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ദിവസം മെമ്മറബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ അനിയൻ തന്നെയാണ് ഫോട്ടോഗ്രാഫറായിട്ട്. അത് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. വീഡിയോസ്, വ്ളോഗിങ്ങും പരിപാടിയൊക്കെ അവൻ്റെ മെയിൻ ഒരു പാഷനേറ്റായിട്ട് അവൻ ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വളക്കാപ്പിൻ്റെ പരിപാടി അവനോട് പറയുമ്പോൾ തന്നെ ഞാൻ അവനെ ഏൽപ്പിച്ച്, എടാ ഈ പരിപാടി നീ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു തരണം. അപ്പോൾ നല്ലപോലെ തന്നെ അവൻ പറ്റണ പോലെ തന്നെ ചെയ്തു. പിന്നെ നമുക്ക് സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഈ ക്യാമറ ലെൻസിൻ്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ, കുറച്ച് സൂം കൂടുതലായിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും. എന്നാലും അവൻ അടിപൊളിയായിട്ട് എല്ലാതും ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക്സ് ടു മൈ ബ്രദർ. ഈ ഇവൻ്റ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഓരോ മെമ്പേഴ്സും, പിന്നെ അതുപോലെ നമ്മുടെ ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്ത ആൾക്കാരൊക്കെയാണ്. പിന്നെ എൻ്റെ അനിയൻ ഫോട്ടോഗ്രാഫി ചെയ്തതും എല്ലാതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇവൻ്റ് ഇത്രയും ലൈവ്ലി ആയിട്ട് നമുക്ക് തോന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് എൻഡ് ചെയ്തത്. എല്ലാവരും അത് എടുത്ത് പറഞ്ഞു. ആ ഒരു കുറച്ച് മണിക്കൂറുകൾ ഉണ്ടായൊരു പരിപാടിയാണെങ്കിൽ പോലും ഭയങ്കര മെമ്മറബിളായിട്ട് എന്നും മൈൻഡിൽ നിൽക്കുന്ന ഒരു ഇവൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ബ്ലെസ്സിങ്സൊക്കെ കിട്ടി.
ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴേക്കും.